ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. നേരം പരപര വെളുത്തു. ഇപ്പം 8 മണിയായി കേട്ടോ. രാവിലെ എഴുന്നേറ്റു, അമ്മ ചായയൊക്കെ ഇട്ട് തന്നു. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. വെജിറ്റബിൾ കുറുമ. കുഞ്ഞൂനും സിമുക്കുട്ടിക്കും റാഗിയാണ് രാവിലെ കൊടുക്കുന്നത്. അപ്പോൾ റാഗിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു ഉറങ്ങുകയാണ്, സിമുക്കുട്ടി ഉറങ്ങുകയാണ്. ഇവിടെ ലുട്ടാപ്പി ഇവിടാണ്ടൊക്കെ ഉണ്ടായിരുന്നു, കാണുന്നില്ല. ഞാൻ കാണിച്ചു തരാം അവനേട്ടോ. ഇവിടാണ്ടുണ്ടായിരുന്നു കേട്ടോ, കാണുന്നില്ല. നോക്കട്ടെ അവൻ എന്ത് ചെയ്യുന്നു. ഇന്നലെ വൈകിട്ടൊക്കെ മുറ്റം തൂത്തിയായിരുന്നു. ഇപ്പം നോക്ക് കിടക്കുന്നത് നിങ്ങൾ കണ്ടു ഗീസ്. അവനെ കാണുന്നില്ല ഗീസ്. ഞാൻ അവനെ കണ്ടുപിടിച്ചു. ലുട്ടാപ്പി വാ വാ. ഡിഗ് 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 ഡിഗ്. ഓ, കുറച്ച് ചാമ്പലുണ്ട് കേട്ടോ. അത് നമുക്ക് നമ്മുടെ ഇവിടെ കുറേ തെങ്ങൊക്കെ നിൽപ്പുണ്ട്. അപ്പം അതിൽ നമുക്ക് കൊണ്ടിടാം. ഇവിടെ ഇടാം കേട്ടോ. ചാമ്പലൊക്കെ ഇടുന്നതുകൊണ്ട് തെങ്ങൊക്കെ നല്ലതായിട്ട് തഴിച്ചു വളരുന്നുണ്ട് ഗീസ്. നമുക്ക് ഇതൊക്കെ അമ്മയുടെയും പപ്പയുടെയും കൃഷിയാണ്. ഇത് നെല്ലി, ഇത് റംബൂട്ടാൻ, പിന്നെ പ്ലാവ്, തെങ്ങ്, പിന്നെ ഇതിന് എന്തോ പറയുക, ഇരുമ്പുളി, ചിക്കൻ കറി, രസം, ചോറ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പെട്ടെന്ന് റെഡിയായി. ഇപ്പം എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഫുള്ള് വളവാണ് ഇവിടെ കേട്ടോ. നമ്മൾ ഈ മല കയറത്തില്ല, അതേപോലെ ഇവിടെ അങ്ങ് വളവാണ് ഗൈസ്. കടലാസോ നിൽക്കുന്നതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിയാത്ത ഭയങ്കര വെയിൽ. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വിയർത്തൊരു ചൂപ്പാട് വന്നു. അച്ഛൻ AC ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥത. എനിക്ക് വണ്ടിക്കകത്തെല്ലാം ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഭയങ്കര ഛർദിലും ഒക്കെ. ഛർദിൽ മീൻസ് എന്താ, തലകറക്കും ഒക്കെ വരും. അപ്പം അച്ഛൻ ഇങ്ങനെ തുറന്നിട്ട് വന്നു. ഭയങ്കര ചൂട്, ഒടുക്കത്തെ ചൂട്. കടയിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സാധനം കണ്ടേ. എന്തുവന്ന് ഗസ് ചെയ്യണ്ട, ഞാൻ തന്നെ അങ്ങ് പറയാം. സിപ്പപ്പൂ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ പറയുക, കല്യാണം കഴിച്ചതിന് ശേഷം കഴിച്ചിട്ടില്ല. ബാംഗ്ലൂരൊക്കെ കിട്ടുമോ? കിട്ടുമായിരിക്കും, പക്ഷെ നമ്മൾ ഇതുവരെ ആയിട്ടൊന്നും മേടിച്ചിട്ടില്ല. അപ്പൊ ഇന്നാണ് യാദൃശികമായിട്ട് കണ്ട് കേസ്. എനിക്ക് കിട്ടിയത് പിസ്ത ഫ്ലേവറിലെയാണ്. ഞാൻ അമ്മയൊന്ന് പൂച്ചോട്ടെ. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്താണെങ്കിൽ സ്കൂള് വിട്ട് വരുന്ന സമയത്ത് കൂട്ടുകാരികളുമായിട്ടൊക്കെ കാര്യവും പറഞ്ഞ് ഇതേപോലെ 1 രൂപ അന്നൊക്കെ 1 രൂപയായിരുന്നു. ഇതിപ്പോൾ എത്ര രൂപയെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ 10 രൂപ. അന്നൊക്കെ 1 രൂപ 2 രൂപയ്ക്കൊക്കെ സിപ്പ് കിട്ടുമായിരുന്നു. അപ്പം അതൊക്കെ കുടിച്ചുകൊണ്ടായിരുന്നു വീട്ടിൽ പോകുന്നത്. ഇത് 10 രൂപ. അതവിടെ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നു MRP. കാലം പോയ പോകെ. അങ്ങനെ എൻ്റെ വീടെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ വീട് ഗീസ്. അപ്പോൾ അമ്മയാണെങ്കിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ഞങ്ങളെ കണ്ട പാടെ അടുക്കള വശത്തോടുകൂടി. ഇപ്പം അമ്മ എന്തോ വലിയ വർക്കിലായിട്ട് നിൽക്കുകയായിരുന്നു. ഫ്രണ്ട് ഡോർ തുറന്നു വരുന്നതിന് വേണ്ടിയിട്ട് അമ്മ പോയ കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ചു. അതിന് ശേഷം അമ്മയുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള കപ്പ വേവിച്ചത്, പിന്നെ മോര്, ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ കൊണ്ട് തന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ പോവുമായിരുന്നു കേട്ടോ നമ്മൾ. അപ്പം ഞാൻ ഒരു പീസ് എടുത്തിട്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, ഒരു പീസല്ല കഴിക്കുന്നത്, 2-3 പീസും കൂടെ എടുക്കണമെന്ന് വെച്ചിട്ട് അമ്മ കുറച്ച് പീസും കൂടെ എടുത്തിട്ട് തന്നു. അപ്പം അതൊക്കെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പം അമ്മയുടെ എന്താ പറയുക ഫുഡ് കഴിക്കുന്നത്. നമ്മൾ ബാംഗ്ലൂരായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ. ഇപ്പോഴാണ് ഞങ്ങളെ താഴെ വയൽ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു കേട്ടോ. ചീനിയൊക്കെ കൃഷി ചെയ്തേക്കുന്നുണ്ട് ആൾക്കാർ. ചീനി, വാഴ എല്ലാം ഉണ്ട്.
ഒടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയോ നമ്മൾ വീട്ടിലെത്തി. കുറച്ച് സമയം വീട്ടിൽ ചെലവഴിച്ചു. അതിനുശേഷം നമ്മൾ അച്ഛൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പോവാ ടാറ്റ. അമ്മച്ചി ഒന്ന് കാണാൻ വേണ്ടി പോവാട്ടോ. അമ്മച്ചി അമ്മച്ചി തൻ്റെ ഈ പോണ ഓട്ടോ ഇല്ലേ, അതെൻ്റെ പപ്പയുടെ ഓട്ടോയാണ്. പപ്പ എവിടെയോ ഓട്ടത്തിന് പോവുകയാണ്. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു പള്ളി കണ്ടില്ലായിരുന്നു, അത് കഴിഞ്ഞു പോയി. അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാണ്, അച്ഛൻ്റെ വീടിൻ്റെ അടുത്തുള്ള നല്ല മുട്ടം പള്ളിയാണ് കേട്ടോ. ശരിക്കും പള്ളികളുണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ വീടും എത്തി കേട്ടോ. സിമുക്കുട്ടിയാണെങ്കിൽ അവളുടെ ഇഷ്ടപ്പെട്ട കുറേ പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ നിൽക്കുക, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.